വടകര MDMA കേസിൽ പ്രതിയായ പേരാമ്പ്ര BRCയിലെ അധ്യാപികയായിരുന്ന കീർത്തനയ്ക്ക് മയക്കുമരുന്ന് ഇടപാടിൽ വ്യക്തമായ പങ്കുള്ളതായി പോലീസ്. കീർത്തനയുടെ വാട്സ്ആപ്പ് ചാറ്റുകളിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടുകളിലേക്ക് വലിയ തോതിൽ പണം എത്തിയതായും കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. തനിക്ക് പങ്കില്ലെന്നും തന്റെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ല എന്നുമായിരുന്നു ഇന്നലെ കീർത്തന പ്രതികരിച്ചത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു തനിക്കിതിൽ പങ്കില്ല എന്ന്. പക്ഷേ പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇതിലെ പ്രധാനി ആര്, ഈ ഇടപാടിലെ പ്രധാനി ആര് എന്നത് കീർത്തനയിലൂടെ പോലീസിന് കണ്ടെത്താൻ പറ്റുമോ? കുട്ടികളെ അടക്കം ഇരകളാക്കപ്പെട്ടിട്ടുണ്ടോ? കുട്ടികൾ ഇരകളാവുകയോ അല്ലെങ്കിൽ കണ്ണികളാവുകയോ ചെയ്തിട്ടുണ്ടോ എന്നതും പോലീസിന് അറിയേണ്ടതുണ്ടല്ലോ. തീർച്ചയായും ഇന്നലെ വടകരയിലെ കോടതിയിൽ ഹാജരാക്കി തിരിച്ച് പോലീസ് കസ്റ്റഡിയിൽ വിട്ട ശേഷം മടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ കസ്റ്റഡിയിലായ ശേഷമാണ് നമ്മളോടടക്കം കീർത്തന പ്രതികരിച്ചത്. താൻ ഒരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്, മനുഷ്യനാണ്. താൻ MDMA ഇടപാടുകൾ നടത്തിയിട്ടില്ല. തൻ്റെ അക്കൗണ്ടിൽ ഇത്തരത്തിൽ അനിശ്ചിതമായി അറിയപ്പെടാത്ത ആളുകളിൽ നിന്നും വല്ലാത്ത രീതിയിൽ പണം എത്തിയിട്ടില്ല എന്നൊക്കെ അവർ വ്യക്തമാക്കിയിരുന്നു. തൻ്റെ 2 ബാങ്ക് അക്കൗണ്ടുകൾ മൈനസ് ബാലൻസിലാണ് നിൽക്കുന്നതെന്നും പറഞ്ഞിരുന്നു. 2 ഇടപാടുകളിലായി 5000 രൂപയുടെ വീടും 2 ഇടപാടുകൾ ഇവരുടെ അക്കൗണ്ടിൽ നടന്നുവെന്ന് ഈ അഭിഭാഷകൻ കോടതിയിൽ പറയുകയും ചെയ്തിരുന്നു. അതിൽ ഒന്ന് ഈ കാവ്യയുടെ സുഹൃത്തായ ഒരാൾ വഴിയാണ് ഒരു അക്കൗണ്ടിലേക്ക് ഒരു തവണ 5000 രൂപ എത്തിയതെന്നാണ് കീർത്തനയുടെ അഭിഭാഷകൻ വാദിച്ചത്. അതായത് കാവ്യയും കീർത്തനയും ദീർഘനാളായി സുഹൃത്തുക്കളാണ്. കാവ്യയോട് പണം കടം ചോദിച്ചിരുന്നു. ആ പണം കടം ചോദിച്ചപ്പോൾ കാവ്യ മറ്റൊരാളോട് അക്കാര്യം നിർദ്ദേശിക്കുകയും അത് സഫാൻ വഴി തന്നിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അല്ലാതെ ഈ സഫാനെ തനിക്ക് നേരിട്ട് അറിയില്ല, അല്ലെങ്കിൽ സഫാൻ എന്തെങ്കിലും മയക്കുമരുന്ന് നൽകുന്നതിനുമായി താനുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇല്ല എന്നൊക്കെ അവർ പറയുന്നു. മറ്റ് വന്നിരിക്കുന്ന തുകകളെല്ലാം കൃത്യമായ തെളിവുകൾ ഉള്ളതാണ്. 1,20,000 രൂപയോളം വടകരയിലെ ഒരു സഹകരണ സംഘത്തിൽ നിന്നും ചിട്ടിയടിച്ച പണമാണ്. ആ ചിട്ടിയുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. മറ്റുള്ളതൊക്കെ അടുത്ത ബന്ധമുള്ള ആളുകളിൽ നിന്നും വന്ന പണമാണ്. അല്ലാതെ മറ്റിടങ്ങളിൽ നിന്നും പണം എത്തിയിട്ടില്ല. ലക്ഷങ്ങളുടെ ഇടപാടുകൾ തന്റെ അക്കൗണ്ടിൽ നടന്നിട്ടില്ല എന്നൊക്കെയാണ് കീർത്തന പറയുന്നത്. പക്ഷേ ഈ പോലീസ് ഈ വാദങ്ങളെ പൂർണ്ണമായും ഖണ്ഡിക്കുകയാണ്. അതിനുള്ള തെളിവുകൾ ഈ കസ്റ്റഡി അപേക്ഷയിൽ തന്നെ ഉണ്ടായിരുന്നതാനും, പ്രത്യേകിച്ച് ഇവരുടെ വാട്സാപ്പ് ചാറ്റുകൾ വിശദമായി പോലീസ് പരിശോധിച്ചപ്പോൾ അതിൽ മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഒപ്പം ഇവരുടെ അക്കൗണ്ടിലേക്ക് പലയിടങ്ങളിൽ നിന്നായി പണം എത്തിയിട്ടുണ്ട്. അത് ദുരൂഹമായ സാഹചര്യങ്ങളിൽ നിന്നുള്ള പണമാണ് എന്നും പറയുന്നു. ഒപ്പം ഈ നേരിട്ടുള്ള പണത്തിനപ്പുറം മറ്റ് മ്യൂൾ അക്കൗണ്ടുകൾ, അതായത് മറ്റൊരാളുടെ പേരിലുള്ള അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പണം സ്വീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ATM-ൽ നിന്നും പണം പിൻവലിക്കുന്ന രീതിയിലുള്ള ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇവർ ഈ അടുത്ത ബന്ധമുള്ളവരിൽ നിന്നും പണം ലഭിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഈ മ്യൂൾ അക്കൗണ്ടായി ഉപയോഗിച്ചതാണോ എന്ന് പോലും സംശയങ്ങൾ പോലീസിനുണ്ട്. എന്തായാലും അക്കാര്യത്തിലൊക്കെ വളരെ വിശദമായ പരിശോധനകൾ അനിവാര്യമാണെന്നാണ് പറയുന്നത്. ഇന്നലെ ഉച്ചതിരിഞ്ഞു മുതൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് അവരെ തിരികെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയും ചെയ്യേണ്ടത്. എന്തായാലും അതിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ചോദിച്ചെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങളൊക്കെ കാര്യമായി പുറത്ത് വന്നിട്ടില്ല. അത് വൈകാതെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഒപ്പം ഇവരുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനിയും കാവ്യയും നീഷ്മയും അടക്കമുള്ള മറ്റു പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസ് തീരുമാനിക്കുന്നത്. പിന്നീട് ഓരോരുത്തരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. പരസ്പരം നൽകിയ വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ ഇഴപിരിച്ചെടുക്കും. പിന്നീടാവും ഇവരെല്ലാം ഒന്നിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുക. ഒപ്പം ഇതിന്റെ ഒരു ആസൂത്രകൻ എന്ന പോലീസ് കരുതുന്ന വയനാട് സ്വദേശിയായ ഷിൻഡോയിലേക്ക് ഇതുവരെ എത്തിപ്പെടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നു. ഒപ്പം ഈ 3 പേരും നൽകുന്ന മൊഴിക്ക് ശേഷമാവും ജിജിൻ കുര്യാക്കോസ് എന്ന കൊറിയർ ബോയ് ആയ, അല്ലെങ്കിൽ ഡെലിവറി ബോയ് ആയ ജിജിലിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുക. എന്തായാലും കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. പ്രതികളുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായും പൊള്ളയാണ് എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്. അഭിലാഷ്. സൂചിപ്പിക്കുന്ന പോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കിയ ഒന്നായിരുന്നു. 3 അധ്യാപകർ ആണ് ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ കണ്ണികളായി പ്രവർത്തിച്ചത് എന്നതാണ്. കഴിഞ്ഞ ദിവസവും കീർത്തന സൂചിപ്പിച്ചത് തനിക്ക് ഈ വിഷയത്തിൽ പങ്കില്ല എന്നാണ്. പക്ഷേ പോലീസിന് പ്രാഥമികമായി തന്നെ വളരെ വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. വാട്സപ്പ് ചാറ്റുകളിൽ ഉൾപ്പെടെ ഈ ലഹരി ഇടപാടുകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട്, പണം കൈമാറിയിട്ടുണ്ട്. ഇതൊക്കെ അറിയാതെ ചെയ്തു എന്നത് ഉൾക്കൊള്ളാൻ പോലീസിന് സാധിക്കില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകരുടെ വാദങ്ങൾ പൊളിയുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.